ഹായ് ഫ്രണ്ട്സ്, ന്യൂജൻ സ്മിത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ബോക്സിലൂടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമായത്. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉത്സവ പറമ്പിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബാസ് എഫക്റ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നായിരുന്നു ആ കമന്റ്. അപ്പോൾ അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതേപടി, അതായത് ഉത്സവ പറമ്പിലെ ബാസ് അതേപടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതിന്റെ ഒരു മിനി രൂപം, അതായത് അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന അതേപടിയുള്ള ബാസ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്താൽ വീട്ടിലെ ഭിത്തി തന്നെ ഇടിഞ്ഞു വീഴാനൊക്കെ സാധ്യത വളരെയേറെ കൂടുതലാണ്. It's called common sense. അപ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന ഓഫറിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 10 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചോ ഒന്നുമല്ല, ഒരു 14 ഇഞ്ച് സൈസിന് മുകളിലുള്ള സ്പീക്കറോ അല്ലെങ്കിൽ സബ് ഊഫറൊക്കെയാണ് അവർ ഉത്സവപ്പറമ്പിലും മറ്റും ഉപയോഗിക്കുന്നത്. അത്രയ്ക്കും വാട്ട്സ് ആണ് നമുക്ക് അത്തരത്തിലുള്ള സബ് ഊഫറിൽ നിന്നും കിട്ടുന്നത്. അത്തരത്തിലുള്ള സബ് ഊഫർ വർക്ക് ചെയ്യിക്കുന്നത് വളരെ ഹെവി ആംപ്ലിഫയറിൽ മിക്സറും നല്ല ക്രോസ് ഓവറൊക്കെ ഇട്ടും നല്ല ഗെയിൻ കിട്ടത്തക്ക രീതിയിലുമാണ് അത് വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു 2500 വാട്ട്സ് കിട്ടുന്ന ബോക്സിൽ ഒരു 5000 വാട്ട്സ് കിട്ടുന്ന രീതിയിലുള്ള ഹെവി ഔട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ ഇത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ എത്രത്തോളം വോളിയം അല്ലെങ്കിൽ ബാസിന്റെ ഗെയിന് നമുക്ക് കൂട്ടാൻ കഴിയുമെന്ന് നമ്മളുടെ റൂമിന്റെ സൈസ് അനുസരിച്ചല്ലേ നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലെ ഏത് ഉത്സവപ്പറമ്പിലെ സൗണ്ട് സിസ്റ്റവും വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കമന്റിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ബാസ് നമുക്ക് വീട്ടിൽ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ ഒരു 10 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചോ ആയ നോർമൽ സബ് ഊഫറിൽ നിന്നും, അതായത് ഒരു 3000 രൂപയ്ക്ക് താഴെ വില വരുന്ന സബ് ഊഫറിൽ നിന്നും തന്നെ ഒരു ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന അതേ ഫീല് അല്ലെങ്കിൽ അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് ഈ സബ് ഊഫർ വെക്കാനായി വളരെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു സബ് ഊഫർ ബോക്സ് ആണ്. നമ്മൾ പലപ്പോഴും സബ് ഊഫർ വാങ്ങുന്ന അതേ ഷോപ്പിൽ നിന്നുമായിരിക്കും സബ് ഊഫറിൻ്റെ നോർമൽ ആയിട്ടുള്ള ബോക്സും വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഒരു നോർമൽ ബോക്സ് ആയിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്. അത് എല്ലാ സബ് ഊഫറിനും അനുയോജ്യമായ രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുള്ള ബോക്സ് ആയിരിക്കും. ഉദാഹരണത്തിന് PVC പൈപ്പ് ഉപയോഗിച്ച് എയർ വെന്റ് നിർമ്മിച്ചിട്ടുള്ള സബ് ഊഫർ ബോക്സുകളൊക്കെ അത്തരത്തിൽ നിർമ്മിച്ചവയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തെടുത്ത ബോക്സുകളിൽ നമ്മൾ ഈ സബ് ഊഫർ വയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള, അതായത് ആ സബ് ഊഫറിൻ്റെ കറക്റ്റായിട്ടുള്ള ബാസിൻ്റെ ആ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. ഒരു മുഴക്കമായിരിക്കും നമുക്ക് ഏറെക്കുറെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ എഫിഷ്യൻസി നിറഞ്ഞ പഞ്ച് ബാസ് കിട്ടാനായിട്ട്, അതായത് ഈ ഉത്സവപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിലെ ആ അതേ പവറിലുള്ള ബാസ് കിട്ടാനായിട്ട് നമ്മൾ വാങ്ങുന്ന സബ് ഊഫറിൻ്റെ വാട്ട്സും പീക്ക് വോളിയവും എല്ലാം അനുസരിച്ച് വേണം നമ്മൾ ബോക്സ് പണിയാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സബ് ഊഫറിൻ്റെ മോഡൽ നമ്പരും ഈ വാട്ട്സും എല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് പണിയാനായിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നതാണ്. JBL പോലുള്ള സബ് ഊഫർ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൽ കൂടെ തന്നെ കാറ്റലോഗായിട്ട് അതിൻ്റെ ബോക്സ് പണിയാനുള്ള മെഷർമെൻറ്റ് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഡൈനിറ്റി അല്ലെങ്കിൽ ഓഡിയോ എക്സ് പോലുള്ള സബ് ഊഫറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മോഡൽ നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അതെങ്ങനെയാണ് അതിൻ്റെ അനുയോജ്യമായ രീതിയിൽ സബ് ഊഫറിൻ്റെ ബോക്സ് പണിയേണ്ടത് എന്ന് നമുക്ക് നെറ്റിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പണിതെടുത്താൽ കറക്റ്റ് പഞ്ച് ബാസ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇത്തരത്തിൽ നമുക്ക് ബോക്സ് പണിതെടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു സബ് ഊഫർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ആംപ്ലിഫയർ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സബ് ഊഫറിൻ്റെ വാട്ട്സിനനുസരിച്ചുള്ള ആംപ്ലിഫയർ വേണം നമ്മൾ പണിയാനായിട്ട്. അത് കുറയാൻ പാടില്ല. വാട്ട്സ് കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. കുറഞ്ഞാൽ സബ് ഊഫർ പതറുന്നതിനും അതിൻ്റെ ചിലമ്പിച്ച പോലുള്ള സൗണ്ട് കേൾക്കാനും വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു 250-300 വാട്ട്സിൻ്റെ സബ് ഊഫറാണ് വാങ്ങിയത്, അതിനനുസരിച്ചുള്ള ബോക്സുമാണ് പണിതിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 350-400 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സബ് ഊഫർ ആംപ്ലിഫയർ പണിത് അതിൽ നിന്നും നിങ്ങൾ കണക്ഷൻ കൊടുത്താൽ
നിങ്ങൾക്ക് വളരെ എഫിഷ്യൻസി ആയിട്ടുള്ള പഞ്ച് ബാസ് കിട്ടാനും അതുവഴി ഒരു അടിപൊളി ഒരു ഓഡിയോ ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. ഉത്സവപ്പറമ്പിൽ നിന്നും കിട്ടുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാസുകൾ നമ്മുടെ വീടുകളിൽ ആവശ്യമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ആ എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ വീട്ടിൽ സജ്ജീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മൾ ഇത്തരത്തിൽ ബോക്സ് പണിത് അതിന് അനുയോജ്യമായ ആംപ്ലിഫയറുകളും പണിതെടുത്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫക്റ്റ് ഈ 12 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് 8 ഇഞ്ച് സബ്വൂഫറിൽ നിന്ന് വരെ നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ പണിതെടുക്കുന്ന സബ്വൂഫറുകളിൽ സ്ക്വയർ ടൈപ്പ് എയർവെൻ്റ് ആയിരിക്കും കൂടുതലായും കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്വൂഫറുകളിൽ പതർച്ച ഒട്ടും വരാതിരിക്കാനായിട്ട് ഈ സബ്വൂഫർ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പോളിഫില്ല് പോലുള്ള സ്പോഞ്ചുകൾ ആഡ് ചെയ്യുന്നതും വളരെയേറെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഒരു വൈബ്രേഷൻ എഫക്റ്റ് ഫീൽ ചെയ്യില്ല. കറക്റ്റ് പഞ്ച് ബാസ് തന്നെയായിരിക്കും നമുക്ക് ഈ സബ്വൂഫർ ബോക്സിൽ നിന്നും കിട്ടുന്നത്. പല ഉത്സവപ്പറമ്പിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ആഗ്രഹം ഇത് എങ്ങനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഓഡിയോ പ്രാന്തമായിട്ട് നടക്കുന്ന ഒട്ടനവധി സബ്സ്ക്രൈബർ നമുക്ക് ഉണ്ട്. ഞാനും ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു ഓഡിയോ പ്രാന്തനാണ്. അപ്പോൾ അങ്ങനത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ലഭിച്ച ഒരു കമൻറ്റിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയത്. നിങ്ങൾക്ക് ഈ സൗണ്ടിനെ കുറിച്ചോ ആംപ്ലിഫയർ നിർമ്മാണത്തെക്കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായി അറിയിച്ചാൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കണമെങ്കിൽ അതിന് വേണ്ട ഓഡിയോ ബോർഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ബോർഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബോർഡുകൾ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ നമ്മളത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എങ്കിലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും.